ഏകദേശം 30 കോടി രൂപയുടെ ഹവാല ഇടപാടാണ് കഴിഞ്ഞ 10 വർഷമായി വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ മകൾ കേരളത്തിലും ദുബായിലും UAE-യിലുമായിട്ട് നടത്തിയിട്ടുള്ളത്. വീണ വിജയനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സാക്ഷാൽ പിണറായി വിജയൻ്റെ ഡയറി കുറിപ്പുകളും പിണറായി വിജയൻ്റെ ഹുണ്ടി ഇടപാടുകളും പിണറായി വിജയൻ്റെ ഹവാല കള്ളപ്പണ ഇടപാടുകളും വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. സ്വർണം പൊട്ടിക്കലും അതുപോലെ തന്നെ ഈ ഹവാല ഇടപാടുകളും കൈകാര്യം ചെയ്യുന്ന വലിയൊരു ഡീപ് സ്റ്റേറ്റ് കേരളത്തിൽ മുഹമ്മദ് റിയാസ് എന്ന പിണറായി വിജയൻ്റെ മരുമകൻ്റെ നേതൃത്വത്തിൽ, മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെടുന്നുണ്ട്. പിണറായി വിജയനും കുടുംബവും ED തയ്യാറാക്കുന്ന വിലങ്ങണിഞ്ഞ് ജയിലിലേക്ക് പോകുന്ന കാഴ്ച നിങ്ങൾ മാധ്യമങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസം ED പുറത്തുവിട്ടത് ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ്. അതായത് വീണയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ചാണ് വിശദമായ അന്വേഷണം നിലവിലിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 85 ലക്ഷത്തോളം രൂപ ദുബായിലേക്ക് ഹവാല ഇടപാടായി കൈമാറി എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വീണ ടിയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബവും കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള ചോദ്യവുമാണ് ഉയർന്നു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മറുനാടനോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ്. CMRL നിന്ന് വീണ തൈക്കണ്ടി എന്ന വീണ ടി മാസപ്പടിയായിട്ട് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി അതിലൊരു സേവനവും കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ഒറ്റ പ്രിവിലേജിൽ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. SFIOയും SITയും അടക്കമുള്ള, അതുപോലെ തന്നെ ED അടക്കം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അന്വേഷണ സ്ഥാപനങ്ങൾ കൃത്യമായ സുതാര്യമായ അന്വേഷണമാണ് നടത്തുന്നത്. ആ അന്വേഷണത്തിന് മേൽനോട്ടം കൊടുക്കുന്ന ഹൈക്കോടതിയാണ്. കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന 2.25 കോടി രൂപ നിലവിൽ ED അടക്കം ആദ്യം പ്രാഥമിക തെളിവായി ലഭിച്ചിട്ടുള്ള 2.25 കോടി രൂപയുടെ അനധികൃതമായിട്ടുള്ള ഇടപെടൽ മാസപ്പടിയായി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം ഏകദേശം 30 കോടി രൂപയുടെ ഹവാല ഇടപാടാണ് കഴിഞ്ഞ 10 വർഷമായി വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ മകൾ കേരളത്തിലും ദുബായിലും UAE-യിലുമായിട്ട് നടത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും പരസ്യമായ രഹസ്യമാണ്. കേരളത്തിൽ ചില ഈ ഹുണ്ടി പിരിവുകാരുണ്ട്. ഹുണ്ടി എന്നാണ് പറയുന്നത്. കേരളത്തിൽ പൈസ കൊടുത്താൽ UAE-യിൽ അവരത് എന്ത് ചെയ്യും? അവിടെ കൈമാറ്റം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഹുണ്ടി, അതാണ് ഇവിടെ അതിനെ നമ്മൾ ഹവാല ഇടപാട് അല്ലെങ്കിൽ കുഴൽപ്പണം എന്നൊക്കെ പറയും. UAE-യിൽ അതിനെ പറഞ്ഞ ഹുണ്ടിയാണ്. അപ്പോൾ ഈ ഹുണ്ടി ഇടപാടിൻ്റെ വലിയ ഒരു പ്രയോക്താവായി കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടി മാറിയെന്നും വീണ തൈക്കണ്ടിയുടെ ഡയറി കുറിപ്പിൽ നിന്ന് ഏകദേശം 30 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ക്രയവിക്രയ വിവരങ്ങൾ ലഭിച്ചു എന്നുള്ളത് ED കണ്ടെത്തിയിട്ടുണ്ട്. അത് വീണ തൈക്കണ്ടിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, വീണ വിജയനിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സാക്ഷാൽ പിണറായി വിജയൻ്റെ ഡയറി കുറിപ്പുകളും പിണറായി വിജയൻ്റെ ഹുണ്ടി ഇടപാടുകളും പിണറായി വിജയൻ്റെ ഹവാല കള്ളപ്പണ ഇടപാടുകളും വരുന്ന ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. അത് ആദ്യം വീണയ്ക്ക് ശേഷം പഴയ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരിക്കും ആദ്യം EDയുടെ കൈവിലങ്ങ് അണിയാൻ പോവുക. അതിനുശേഷം പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബാംഗങ്ങൾ, ഭാര്യയും മകനും അടക്കമുള്ള ആളുകൾ, നമുക്കറിയാലോ പിണറായി വിജയൻ്റെ മകൻ ദുബായിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഇവരുടെ എല്ലാം കേരളത്തിൽ നിന്ന് അഴിമതി കാണിച്ച് പിണറായി വിജയൻ്റെ മകളാണ്, കുടുംബമാണ്, പിണറായി വിജയനാണെന്ന ഹുങ്കിൽ കേരളത്തിലെ വ്യാവസായിക മേഖലയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന കള്ളപ്പണം, അടിച്ചു മാറ്റുന്ന ഈ പറയുന്ന കുഴൽപ്പണം, അത് ദുബായിൽ UAE-യിൽ ഈ മകൻ്റെ കമ്പനിയിലും മകൻ്റെ കൈകളിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ തെളിവുകൾ വരുന്ന ദിവസങ്ങൾ വരാൻ പോവുകയാണ്. പിണറായി വിജയനും കുടുംബവും ED തയ്യാറാക്കുന്ന വിലങ്ങണിഞ്ഞ് ജയിലിലേക്ക് പോകുന്ന കാഴ്ച നിങ്ങൾ മാധ്യമങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീണ്ടിരിക്കുകയാണ്. അതായത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളുടെ അടക്കം വീടുകളിൽ ഇക്കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരിക്കുന്നത്. അതായത് ആ ഒരു സുഹൃത്തുക്കളിലേക്കടക്കം ഈ ഒരു പണമിടപാട് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണോ? നമുക്കറിയാലോ, കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഈ സ്വർണം പൊട്ടിക്കൽ സംഘം
കുഴൽപ്പണ സംഘങ്ങൾ അതുപോലെ തന്നെ ഹവാല സംഘങ്ങൾ നിലനിൽക്കുകയാണ്. ഒരുപാട് ഘട്ടത്തിൽ ഒരുപാട് പ്രാവശ്യം റിയാസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഷാജിർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള ഈ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുടെയും ഈ ഹവാല സംഘങ്ങളുടെയും ഒക്കെ ബന്ധങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ കോഴിക്കോടും കണ്ണൂരും ജില്ലകൾ മലപ്പുറവും കേന്ദ്രീകരിച്ച് റിയാസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പട ഈ പറയുന്ന സ്വർണം പൊട്ടിക്കലും അതുപോലെ തന്നെ ഈ ഹവാല ഇടപാടുകളും കൈകാര്യം ചെയ്യുന്ന വലിയൊരു ഡീപ് സ്റ്റേറ്റ് കേരളത്തിൽ മുഹമ്മദ് റിയാസ് എന്ന പിണറായി വിജയൻ്റെ മരുമകൻ്റെ നേതൃത്വത്തിൽ, മുൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെടുന്നുണ്ട്. അവർ വ്യാപരിക്കുന്നുണ്ട്. അത് അവരുടെ സുഹൃത്തുക്കളും അവരുടെ വേണ്ടപ്പെട്ടവരും നടത്തുന്ന വലിയൊരു ഡി കമ്പനിയായി കേരളത്തിൽ ഈ പറയുന്ന മുഹമ്മദ് റിയാസിൻ്റെ പണമിടപാടും കുഴൽപ്പണ ഇടപാടും മാറിയിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഫണ്ട് ചാനലൈസ് ചെയ്ത് പമ്പ് ചെയ്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷമാണ്. ഇവരുടെ വിവാഹത്തിൽ പോലും ഇവരുടെ വ്യക്തി ജീവിതത്തിൽ പോലും ഈ ഹവാല അതുപോലെ തന്നെ കുഴൽപ്പണ ഇടപാടുകളുടെ നിഴൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ED പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ ഒരു കാര്യം പ്രധാനമായി പറയുന്നു. ഈ വരുമാനത്തിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് ഇൻ്റർനെറ്റ് റൂട്ടിന് വേണ്ടി ഉപയോഗിച്ചു എന്നാണ് EDയുടെ പത്രക്കുറിപ്പിൽ അറിയിക്കുന്നത്. കോഴിക്കോട്ടെ DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിൻ്റെ പേരിലുള്ളതാണ് ഈ സിം കാർഡ്. 2024 മുതൽ വീണ നന്ദുലാലിൻ്റെ പേരിലുള്ള സിം ഉപയോഗിച്ചു. വീണയും റിയാസും ആവശ്യപ്പെട്ടിട്ടാണ് സിം എടുത്തത് എന്നും എന്താവശ്യത്തിനാണ് എന്ന് സിം എടുത്തത് എന്ന് തനിക്കറിയില്ല എന്നും നന്ദുലാൽ നിലവിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതായത് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത് ഇക്കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയത് ഈ മുൻ മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടുള്ള വീടുകളിലാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായി ഉള്ള വീടുകളിലെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ ED റെയ്ഡ് നടത്തിയത്. ഇതിൽ നിന്നുമെല്ലാം തന്നെ വ്യക്തമാകുന്നത് ഈ ഒരു മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഈ പണം കൈപ്പറ്റിയവരിൽ ഈ വീണ വിജയൻ മാത്രമല്ല, വീണ വിജയനുമായി ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും തന്നെ ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹവാല ഇടപാടിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.